സംസ്ഥാനത്ത് ആത്മഹത്യാ നിരക്ക് വലിയ രീതിയിൽ വർദ്ധിക്കുകയാണ്. അതിലേറ്റവും കൂടുതൽ, അതായത് ജീവനൊടുക്കുന്നതിൽ കൂടുതലും പുരുഷന്മാരെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒരു വർഷം കേരളത്തിൽ 10,000 പേർ ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെ 80% പുരുഷന്മാരാണ്. പല കാരണങ്ങളുണ്ട്. സാമ്പത്തിക ബാധ്യത, കുടുംബ പ്രശ്നങ്ങൾ, മാനസിക സംഘർഷം, ഡിപ്രഷൻ ഉൾപ്പെടെയുള്ള കാരണങ്ങളാണ് പലരെയും ജീവനൊടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. കോഴിക്കോട് നരിക്കുനിയിൽ ഒരു യുവാവ് ജീവനൊടുക്കിയത് കടുത്ത സാമ്പത്തിക ബാധ്യതയെ തുടർന്നാണ്. ഓൺലൈൻ ട്രേഡിംഗ് സ്ഥാപനം നടത്തിവരികയായിരുന്ന പറമ്പിൽ ബസാർ സ്വദേശി വിനോദ് കുമാറാണ് മരിച്ചത്. വിനോദിൻ്റെ മകൾക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. 9 വയസ്സുകാരിയായ മകൾ ചികിത്സയിലാണ്. വിനോദ് കുമാർ സ്വയം തീ കൊളുത്തിയപ്പോൾ മകൾ കെടുത്താൻ ശ്രമിച്ചപ്പോഴാണ് പൊള്ളലേറ്റത്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. അനീഷ്, ഇതേറെ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സംഭവമാണ്. ഒരു അച്ഛൻ തീ കൊളുത്തി ജീവനെടുക്കാൻ ശ്രമിക്കുമ്പോൾ 9 വയസ്സുകാരി ആ അച്ഛനെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തുന്നു. ആ തീ കെടുത്താൻ ശ്രമിക്കുന്നു. ഇതിനിടെ മകൾക്കും പൊള്ളലേൽക്കുന്നു. പക്ഷേ അച്ഛൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന വാർത്തയാണ് രാവിലെ കേട്ടത്. എന്താണ് സംഭവിച്ചത് അനീഷ്? ടോം, അങ്ങേയറ്റം വേദനാജനകവും ഒപ്പം ഞെട്ടിക്കുന്നതുമായൊരു സംഭവം തന്നെയാണ് ഇന്ന് രാവിലെ നരിക്കുനിയിൽ ഉണ്ടായിരിക്കുന്നത്. നരിക്കുനി കൊടുവള്ളി റോഡിലെ ഒരു കടയിൽ, ഒരു കോംപ്ലക്സിലെ 1-ാം നിലയിലുള്ള കടയിൽ ഒരു തീ പടരുന്നു എന്നൊരു വിവരം ആണ് ആദ്യം പുറത്തു വരുന്നത്. നാട്ടുകാർ ഇക്കാര്യം അഗ്നിശമന സേന ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും അവർ സ്ഥലത്തേക്ക് എത്തുകയുമായിരുന്നു. അവർ ഉള്ളിലെത്തി തീ അണച്ചപ്പോഴേക്കുമാണ് അതിൻ്റെ വശത്ത് ഒരു പെൺകുട്ടി, 8 വയസ്സ് ഉള്ള ഒരു പെൺകുട്ടി നിൽക്കുന്നതായി കണ്ടത്. ആ കുട്ടിയെ അവിടെ നിന്നും പെട്ടെന്ന് തന്നെ മാറ്റുകയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയുമാണ്. അപ്പോഴാണ് ഈ പെൺകുട്ടി പറഞ്ഞത് തൻ്റെ അച്ഛൻ ഇതിനുള്ളിൽ തീ കൊളുത്തി മരിച്ചു എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അത്തരം തീ കൊളുത്തി എന്നതും താൻ ഇത് കണ്ട് അടുത്ത് നിൽക്കുകയും അത് തടയാൻ ശ്രമിച്ചു എന്നൊക്കെ ഈ കുട്ടി പറയുകയും ചെയ്തു. എന്തായാലും ആ കുട്ടിയുടെ കൈക്കും മറ്റുമൊക്കെ ചെറിയ പൊള്ളലേ ഉള്ളൂ എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ആ കുട്ടിയുള്ളത്. എന്തായാലും ആ കുട്ടി നൽകിയ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ആ കുട്ടി നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കടയിൽ പരിശോധന നടത്തുമ്പോൾ വെന്ത് ഉരുകിയ നിലയിൽ ഈ VT വിനേഷ് കുമാർ എന്ന 45 വയസ്സുള്ള ആളുടെ മൃതദേഹം കണ്ടെത്തുന്നത്. എന്തായാലും അതിനുശേഷമാണ് കാര്യങ്ങളെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ വന്നത്. ആദ്യഘട്ടത്തിൽ ഈ കുട്ടിയെ കൊന്ന് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതാണോ ഈ വിനേഷ് എന്നടക്കമുള്ള ചില സംശയങ്ങളുണ്ടായിരുന്നു. എന്നാൽ കുട്ടി സുരക്ഷിതമായി ഒരു വശത്ത് ഉണ്ടായിരുന്നു. ഈ കുട്ടി കാണുകയാണ് ഇത്തരമൊരു പൈശാചികമായ രംഗം ഉണ്ടായത് എന്നതാണ് ഏറെ ഞെട്ടിക്കുന്ന കാരണം. ഒറ്റ ആളലിൽ അച്ഛൻ കത്തുന്നത് കാണേണ്ടി വരുന്ന ഒരു 8 വയസ്സുകാരിയുടെ മാനസികാവസ്ഥയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ